നിങ്ങളുടെ മനസ്സിനുള്ളിലെ ആഗ്രഹം നടക്കാനുള്ള സമയമായിട്ടുണ്ടോ? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നടക്കാനുള്ള സമയമായിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് യൂണിവേഴ്സ് ഈ ഒരു സമയം അറിയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിതൊരു പയൽ റീഡിംഗ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് പയൽ, സെക്കൻഡ് പയൽ. ഈ രണ്ട് പയൽസിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ച് ഒരു പയൽ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നടക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളതെന്ന് അറിയാം. അവർക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ ഈ പയൽ ചൂസ് ചെയ്തവരോട് യൂണിവേഴ്സ് പറയുന്നത് അല്പം ഒന്ന് കാത്തിരിക്കാനാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കാനുള്ള സമയമായിട്ടില്ല, നിങ്ങൾ കുറച്ചൊന്ന് കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതും വളരെ ശാന്തമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ചിലവർ കുറച്ചധികം നാളുകളായിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് ഓർത്ത് അക്ഷമരാവാതെ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനിലേക്കൊന്നും പോവാതെ ശാന്തമായിട്ടിരിക്കുക. അതിൻ്റെ ആ ഒരു റൈറ്റ് ടൈമിൽ യൂണിവേഴ്സ് അത് സാധിച്ചു തരും. ഇപ്പം അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് യാതൊരു തടസ്സങ്ങളും കൂടാതെ എത്തിച്ചേരുന്നതിനായിട്ട്, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഏഞ്ചൽ നമ്പർ 777 കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.